രാവിലെയും ഗുഡ് മോർണിംഗ് തൊട്ട് വൈകിട്ട് ഗുഡ് ഈവനിങ് വരെ ഗുഡ് നൈറ്റ് വരെ അയക്കുന്ന അമ്മമാർ ഇഷ്ടം പോലെ അമ്മമാരുണ്ട്. എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ലാത്ത ബിയോണ്ട് എക്സ്പ്ലനേഷൻ ചില വേർഡ്സ് ആണത്. അത് എല്ലാവർക്കും കിട്ടുന്നൊരു ഭാഗ്യമല്ല. എല്ലാവരും കാണുന്ന ഞങ്ങളെ ഏട്ടനെന്നും അല്ലെങ്കിൽ ഇപ്പൊ മോനെന്നും അതെ, അത്ര വാത്സല്യമാണോ എല്ലാവർക്കും. ഒരു അമ്മ വിളിച്ചിട്ട് ഞങ്ങൾക്ക് ഡ്രസ്സ് വേണോ ആ പരിപാടിക്ക് വേണ്ടി. അപ്പം എൻ്റെ മക്കൾക്ക് വേണ്ടിയാണ്. 16 മക്കളുണ്ട്. 12:30 കഴിയുമ്പോഴത്തേനും അമ്പലത്തിൻ്റെ സ്റ്റേജിൻ്റെ പ്രോഗ്രാമിൻ്റെ സ്റ്റേജിൻ്റെ ഫ്രണ്ടിൽ വന്ന് അവിടെ ഇരിക്കുകയാണ്. ഡ്രിപ്പ് കണക്ട് ചെയ്തിട്ട് ഒരാൾ കൂട്ടത്തിൽ നേഴ്സും പിടിച്ചുകൊണ്ടിരിക്കുകയാണ്, കൂട്ടത്തിൽ നിൽക്കുക. അപ്പോൾ അവർ ഹോസ്പിറ്റലിൽ വഴക്കുണ്ടാക്കി ഇങ്ങനെ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞു എനിക്ക് ഫ്രണ്ടിലിരുന്ന് കാണണം തോന്നത്തിൻ്റെ. ആളില്ലാതെ പല വേദികളും പരിപാടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇന്നലെ കഴിഞ്ഞ ദിവസം ഇന്നലെ ഹോട്ടലിൽ ഇരുന്നപ്പോൾ പറയുകയാണ് അതൊക്കെ. പക്ഷേ ആൾക്കാർ കേട്ടിട്ടില്ലെങ്കിലും ഭഗവാൻ കേട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു റിസൾട്ട് ആയിരിക്കും ഇപ്പം കാണുന്നത്. ഗുരുവായൂർ അമ്പലത്തിലെ പരിപാടി അവതരിപ്പിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ ഒരു പ്രോഗ്രാം അവിടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് എൻ്റെ വീട് ഗുരുവായൂർ അടുത്താണ്. അപ്പം അമ്മയ്ക്ക് വലിയ ആഗ്രഹമായിരുന്നു വരണം, കാണണം എന്നുള്ളത്. പക്ഷേ അന്ന് ഞാൻ സമ്മതിച്ചില്ല. കാരണം ക്രൗഡ് അത്രയും പ്രശ്നമായ കാരണം കൊണ്ട്. നിങ്ങളുടെ പാട്ട് അമ്മ ഡെയിലി രാത്രി കേട്ടിട്ടാണ് കിടന്നുറങ്ങുന്നത്. എൻ്റെ അമ്മയെ പോലെ ഒരുപാട് അമ്മമാരുണ്ട്. തീർച്ചയായിട്ടും എനിക്കറിയാം നിത്യവും നിങ്ങൾക്ക് മെസ്സേജുകളായിട്ട് കിട്ടുന്നുണ്ടാവും. രാവിലെയും ഗുഡ് മോർണിംഗ് തൊട്ട് വൈകിട്ട് ഗുഡ് ഈവനിങ് വരെ ഗുഡ് നൈറ്റ് വരെ അയക്കുന്ന അമ്മമാർ ഇഷ്ടം പോലെ അമ്മമാരുണ്ട്. അതെ, കേരളത്തിനകത്തും പുറത്തുള്ള ഇത്ര അമ്മമാരുടെ ഒരു സ്നേഹങ്ങളും കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പം കമൻസ് വായിച്ചു കഴിഞ്ഞാൽ നമുക്കത് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം അതിലൊരു വേറൊരു ടൈപ്പ് ഓഫ് ഫീലിംഗ് എനിക്ക് പറയുമ്പോൾ തന്നെ എനിക്ക് ആ ഫീലിംഗ് വരുന്നുണ്ട്, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതെ, അപ്പോൾ ആ ഒരു സംഭവം അത് തന്നെ വേറെ ഇതല്ലേ വരുന്നത്. എങ്ങനെ അതിനെ കാണാൻ പറ്റുക? എന്ത് അനുഗ്രഹം എന്ന് അതിന് പറയാൻ പറ്റുക? അതറിയത്തില്ല കേട്ടോ. അത് ഞങ്ങളെപ്പോഴും പറയാറുണ്ട്, എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ലാത്ത ബിയോണ്ട് എക്സ്പ്ലനേഷൻ ചില വേർഡ്സ് ആണത്. അത് എല്ലാവർക്കും കിട്ടുന്നൊരു ഭാഗ്യമല്ല. അപ്പോൾ എല്ലാ സിംഗേഴ്സ് ഒത്തിരി പേരുണ്ടായിരിക്കും. പക്ഷെ ഇത്രയും അമ്മമാരുടെയും എല്ലാവരും കാണുന്ന ഞങ്ങളെ ഏട്ടനെന്നും അല്ലെങ്കിൽ ഇപ്പൊ മോനെന്നും അതെ, അത്ര വാത്സല്യമാണോ എല്ലാവർക്കും. അത് ഒന്നും പറയാനായിട്ടില്ല, ബിയോണ്ട് എക്സ്പ്ലനേഷൻ. കഴിഞ്ഞ ദിവസം പ്രോഗ്രാം ഇതുപോലെ അടുത്തൊരു പ്രോഗ്രാം തൃശ്ശൂർ വരുന്നുണ്ട്. അപ്പം അവിടെ ഒരു ടൈലറിങ് ഷോപ്പിൽ നിന്നൊരു ലേഡി വിളിച്ചിട്ട് പറഞ്ഞു, ഒരമ്മ വിളിച്ചിട്ട് ഞങ്ങൾക്ക് ഡ്രസ്സ് വേണോ ആ പരിപാടിക്ക് വേണ്ടി. അപ്പം എൻ്റെ മക്കൾക്ക് വേണ്ടിയാണ്. 16 മക്കളുണ്ട്. മക്കൾക്ക് വേണ്ടി ഈ ഡ്രസ്സ് വേണമെന്ന് പറഞ്ഞ്. നിങ്ങളാണല്ലോ ഉദ്ദേശിക്കുന്നത്? അതെ. അപ്പം എന്നെ വിളിച്ച് ചോദിച്ചു സൈസ് ഒന്ന് പറയാം. അവരിങ്ങനെ ഓർഡർ തന്നിട്ടുണ്ട്. അയ്യോ. അപ്പം എൻ്റെ മക്കളാണ്, അപ്പോൾ അവർക്ക് വൃത്തിയായിട്ട് തയ്ച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് അമ്മ അങ്ങനെ ആ ഒരു ഇതിൽ പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ അവർക്കും വലിയൊരു ഇതായി. അപ്പം ആ പുള്ളിക്കാരി നമ്മുടെ പ്രോഗ്രാം കണ്ടിട്ടില്ല. പുള്ളിക്കാരി അപ്പം നമ്മുടെ ആ പ്രോഗ്രാം എവിടെയാണെന്ന് ചോദിച്ചിട്ട് തൃശ്ശൂർ എവിടെ വരുവാണെങ്കിൽ ഒന്ന് കാണണം എന്നൊക്കെ പറഞ്ഞു. ഇതിന് മുമ്പ് ഞാൻ നോട്ടീസ് ചെയ്തിട്ടുണ്ടെന്ന കമൻ്റ് ആയിരുന്നു. ഭയങ്കര ടച്ചിങ് ആയിട്ട് തോന്നിയൊരു കമൻ്റ് ആയിരുന്നു. ഒരു അമ്മ കുട്ടിയില്ല, കുട്ടി മരിച്ചുപോയി. 2 വയസ്സുള്ള കുട്ടിയായിരുന്നു, മരിച്ചുപോയി. ഡിപ്രഷനിലായിരുന്നു, ആരോടും സംസാരമില്ല, ഒന്നുമില്ലായിരുന്നു. ആ അമ്മ തിരിച്ച് ജീവിതത്തിലേക്ക് വരാൻ കാരണമായത് നന്ദഗോവിന്ദൻ ഭജൻസ് ആണെന്നാണ് പറഞ്ഞത്. ഇതുപോലെയുള്ള കമൻസ് ആണ് ആദ്യത്തെ ഒരു 10 അടുത്ത 10 അങ്ങനെ തന്നെ കമൻസ് ഉണ്ടാവുക. എനിക്ക് തോന്നുന്നു എല്ലാ വീഡിയോയ്ക്ക് താഴെയും ഇതുപോലെയാണ്. ഒരുപാട് ആൾക്കാരെ അങ്ങനത്തെ ഒരു ഡിപ്രഷനിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് നിങ്ങൾക്ക്. അതിൽ പല അച്ചീവ്മെന്റ് വേറെ ഒന്നുമില്ല. അല്ല, അത് കുറച്ച് മുന്നേ ചോദിച്ചില്ല ഏറ്റവും വലിയ അച്ചീവ്മെന്റ് എന്താണെന്നുള്ളത്. കാര്യം ഏറ്റവും വലിയ അച്ചീവ്മെന്റ് ഇത് തന്നെയാണ്, അത് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പം അത് നമ്മൾ പർപ്പസ്ലി ഈ പറഞ്ഞ പോലെ നമ്മൾ പാട്ട് പാടി ആൾക്കാർക്ക് നമുക്ക് ഒരിക്കലും നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യങ്ങളും അല്ലല്ലോ. അപ്പോൾ അത് ആൾക്കാരിൽ അങ്ങനെ ഒരു മനസ്സിലൊരു ഇമ്പാക്റ്റ്, മനസ്സിൽ മാത്രമല്ല അവരുടെ ലൈഫിൽ തന്നെ ഇമ്പാക്റ്റ് ആണല്ലോ കൊടുക്കുന്നത് അല്ലേ. ഇപ്പം ജീവിക്കാനായിട്ടുള്ള പ്രേരണ ഞങ്ങൾ കാരണം ഉണ്ടാകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇന്നലെ നവീൻ ഭജൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒരു കാര്യം പറയാൻ, വി ആർ ജസ്റ്റ് എ മീഡിയം. ഞങ്ങൾ അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത്. ഇപ്പം നമുക്ക് അങ്ങനെ ഒരു പ്രത്യേക കഴിവുകളോ കാര്യങ്ങളോ ഉള്ളതായിട്ടൊന്നും ഞങ്ങൾ പറയുന്നില്ല. ഇപ്പം ഭഗവാൻ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അതായിരിക്കും ഭഗവാൻ ചെയ്യുന്നത് തന്നെയാണ്. അല്ലാതെ ഇപ്പം ഞാനിവിടെ വന്ന് നിന്നപ്പോഴത്തേക്കും, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം നവീനോട് പറഞ്ഞായിരുന്നു, അതായത് നമ്മളിപ്പോൾ ആളില്ലാതെ പല വേദികളും പരിപാടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇന്നലെ കഴിഞ്ഞ ദിവസം ഇന്നലെ ഹോട്ടലിൽ ഇരുന്നപ്പോൾ പറയുകയാണ് അതൊക്കെ. പക്ഷേ ആൾക്കാർ കേട്ടിട്ടില്ലെങ്കിലും ഭഗവാൻ കേട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു റിസൾട്ട് ആയിരിക്കും ഇപ്പം കാണുന്നത്. അപ്പം ഈ പറഞ്ഞ പോലെ തന്നെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടായിരിക്കും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മളൊരു കാരണമാകുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഈ പറഞ്ഞ കമൻ്റ് ഇടുന്ന ആളെ നമുക്ക് നേരിട്ട് പോലും പരിചയമില്ല, അല്ലെങ്കിൽ കണ്ടിട്ടില്ല, പരിചയമില്ല. പക്ഷേ അവരുടെ ലൈഫിൽ നമ്മളൊരു എന്തോ ഒരു ചേഞ്ച് വരുത്തുക എന്നുള്ളത് നമുക്ക് കാണാത്തൊരാളെ, ഇപ്പം കണ്ട ഒരാളെ, നമ്മൾ ഡെയിലി കാണുന്ന ഒരാളുടെ ലൈഫിൽ പോലും ഒരു ചേഞ്ച് വരുത്താനായിട്ട് ആസ് എ ഹ്യൂമൻ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് അല്ലേ. അപ്പോൾ കണ്ടിട്ടോ കേട്ടിട്ടോ ഇല്ലാത്ത ഒരാളുടെ ലൈഫിൽ ഒരു ചേഞ്ച് ഞങ്ങൾ കാരണം വരുന്നെന്ന് പറഞ്ഞാൽ അത് ഓഫ് കോഴ്സ് അതൊരു ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. കുമാരനല്ലൂർ അമ്പലത്തിൽ ഓർക്കുന്നുണ്ടോ? കുമാരനല്ലൂർ അമ്പലത്തിൽ ഒരു ചേച്ചി ക്യാൻസർ പേഷ്യൻ്റാണ്. പുള്ളിക്കാരി ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആണ്. അപ്പോൾ അവർ ഡ്രിപ്പ് ഇട്ടേക്കുവാണ്, ഡ്രിപ്പ് കണക്ട് ചെയ്തേക്കുവാണ്. അപ്പോൾ അവർ രാവിലെ രാവിലെ അല്ല 12:30 കഴിഞ്ഞപ്പോഴത്തേനും അമ്പലത്തിൻ്റെ സ്റ്റേജിൻ്റെ പ്രോഗ്രാമിൻ്റെ സ്റ്റേജിൻ്റെ ഫ്രണ്ടിൽ വന്ന് അവിടെ ഇരിക്കുകയാണ്. ഡ്രിപ്പ് കണക്ട് ചെയ്തിട്ട് ഒരാൾ കൂട്ടത്തിൽ നേഴ്സും പിടിച്ചുകൊണ്ടിരിക്കുകയാണ്, കൂട്ടത്തിൽ നിൽക്കുക.
അപ്പോൾ അവർ ഹോസ്പിറ്റലിൽ വഴക്കുണ്ടാക്കി, ഇങ്ങനെ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട്. അവർ പറഞ്ഞു എനിക്ക് ഫ്രണ്ടിലിരുന്ന് കാണണം നന്ദഗോവിന്ദത്തിൻ്റെ. അപ്പോൾ അവരെങ്ങനെ ഇരിക്കുന്ന കണ്ടപ്പോൾ കമ്മിറ്റിക്കാർ പറഞ്ഞു സീറ്റ് റിസർവ് ചെയ്തേക്കാം, അകത്ത് സ്കൂളുണ്ടല്ലോ കുമാരൻ്റെ സ്കൂളിനകത്ത് അവിടെ കയറി ഇരുന്നോളാൻ പറഞ്ഞു. അവരവിടെ ഇരുന്നു. കുറച്ച് കഴിയുമ്പോൾ ആൾക്കാർ വീണ്ടും വരാൻ തുടങ്ങിയപ്പോഴത്തേനും അവർക്ക് അത് ടെൻഷനായി. ഒരു 3-4 മണിയൊക്കെ ആയപ്പോഴത്തേനും വീണ്ടും വന്നിട്ട് ഫ്രണ്ടിലിരുന്നു. ആരാന്ന് അറിയത്തില്ല. ഞാനത് ശരിക്കും പറയാൻ പരിപാടി കഴിഞ്ഞിട്ട് നേരിട്ടൊന്ന് പോയി കാണണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. ഇതിൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും പോയി ഞങ്ങൾക്ക് തിരിച്ച് അവിടെ നേരിട്ട് പോയി ഒന്ന് കാണണം എന്ന് ആഗ്രഹമുണ്ട് അവരെ. നമുക്ക് ഇപ്പോഴത്തെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആൾക്കാരോട് ഒത്തിരി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ജനത്തിരക്ക് കാരണം നേരിട്ട് പറ്റുന്നില്ല. അപ്പോൾ സോഷ്യൽ മീഡിയ ആണ് നമ്മളുടെ ഏറ്റവും വലിയ ഈ കാര്യങ്ങൾ അറിയാനായിട്ടും വാട്സപ്പിൽ മെസ്സേജ് വരുന്നതൊക്കെ. ഈ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, അതായത് കുട്ടികൾ നഷ്ടപ്പെട്ടു അല്ലെന്നുണ്ടെങ്കിൽ ആരെങ്കിലും ലൈഫിൽ എന്തെങ്കിലും നഷ്ടമുണ്ടായിട്ട് മെസ്സേജ് അയക്കുന്ന ആൾക്കാർ ഒരു ദിവസം അറിയില്ല എത്ര ഉണ്ടെന്ന്. അത്രയധികം ആൾക്കാർ 10-15 മേളിലുള്ള ആൾക്കാർ ഒരു ദിവസം തന്നെ സെയിം, അതായത് അവരുടെ ലൈഫിൽ എന്തെങ്കിലും നഷ്ടമായതിനു ശേഷം അവർക്ക് തിരിച്ചു വരാൻ പറ്റിയത് ഞങ്ങളിലൂടെയാണെന്നുള്ള കാര്യം ഞങ്ങൾ കുറേ മെസ്സേജ് വരുന്നുണ്ട്. പിന്നെ ഞങ്ങൾ പ്രോഗ്രാംസിന് പോകുമ്പോഴത്തേനും ഇതൊരു എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്താണെന്ന് അറിയത്തില്ല. അവർക്ക് കിട്ടുന്ന കാര്യം സെൽഫി എടുക്കുന്നതിന് പകരം ചില അമ്മമാർ വന്നിട്ട് പറയും മോനെ ഒന്ന് തൊട്ടോട്ടെ, മോനെ ഒന്ന് തൊട്ടോട്ടെ എന്ന് ചോദിച്ചിട്ട് അവർ അല്ല ദൈവികതയാണോ എന്താണെന്ന് ചിലപ്പോൾ മോനോടുള്ള വാത്സല്യമായിരിക്കും. അപ്പോൾ അവർ ആ ഒരു മോനെ തൊടുക എന്നുള്ള, അപ്പം ആ തൊട്ട് കഴിയുമ്പോൾ അമ്മയുടെ മുഖത്തുള്ള ഒരു സന്തോഷമുണ്ടല്ലോ, ആ ഒരു ഹാപ്പിനെസ്. അപ്പോൾ ഇത് അവിടെ ഒത്തിരി പേര് രാവിലെ തൊട്ട് വന്നിരിക്കുന്ന ആൾക്കാരാണല്ലോ. അപ്പോൾ അവർ അത്രയും മണിക്കൂർ ഭക്ഷണമൊക്കെ ആയിട്ട് പൊതിഞ്ഞായിരുന്നു. എന്നിട്ട് ഉച്ചയ്ക്ക് അവിടെ ഇരുന്ന് ഫുഡ് കഴിഞ്ഞിട്ടാണ്. എന്നിട്ട് അവർ അപ്പോൾ വൈകുന്നേരം പ്രോഗ്രാം കഴിഞ്ഞ് കഴിയുമ്പം ഇവരെല്ലാവരെയും കണ്ട് തൊട്ട് സംസാരിച്ചിട്ട് വരണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ നമുക്ക് ഹ്യൂമൻലി അത് പോസിബിൾ അല്ലാത്തതുകൊണ്ട് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതൊക്കെ ഒരു ദിവസം പറ്റുന്ന പോലെ ഇതൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. കാര്യം ഇവർ ചെയ്യുന്ന തരുന്ന സ്നേഹത്തിന് തിരിച്ച് ഞങ്ങളിപ്പോൾ പാട്ടിലൂടെ കൊടുക്കുന്നു. അല്ലാതെ നേരിട്ട് എങ്ങനെയൊക്കെ കൊടുക്കാൻ പറ്റണമെന്ന് ഞങ്ങൾ മുന്നോട്ട് ആലോചിക്കുന്നുണ്ട്. ഇപ്പം രാധയുടെയും കൃഷ്ണൻ്റെയും പാട്ട് പാടുകയാണെങ്കിൽ ഞങ്ങൾക്ക് മുമ്പിൽ രാധയും കൃഷ്ണനും നിൽക്കുന്ന പോലെ ഫീലാണല്ലോ കിട്ടുന്നത്. ഞങ്ങൾക്ക് ആ ഒരു ഡിവിനിറ്റി ഞങ്ങൾക്ക് ആ പാട്ടിൽ നിന്ന് കിട്ടുന്നുണ്ട്. പാടിക്കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ മനസ്സിൽ ആ ഡിവിനിറ്റി എങ്ങനെയാണ് വരുന്നത്? പറയാൻ പറ്റില്ല. ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ഒരു പാട്ട് ഒരു ദിവസം ഒരേ ഫീൽ ആയിരിക്കത്തില്ല. ഓരോ സ്റ്റേജിലും ഡിഫറെന്റ് ഫീലാണ്. നമുക്ക് ഒരു ദിവസം ഈ പറഞ്ഞ ഡിവിനിറ്റി ആണെങ്കിൽ നെക്സ്റ്റ് ഡേ ചിലപ്പോൾ ഭയങ്കര ഹാപ്പിനെസ് ആയിരിക്കും. അത് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. ആ സ്റ്റേജിന്റെ അല്ലെങ്കിൽ ആ ഒരു ആംബിയൻസിന്റെ ഇതനുസരിച്ച് നമുക്ക് ചേഞ്ച് വരും. ചില സമയത്ത് ഇമോഷണലി ഭയങ്കര ഇതാവും. ഇപ്പം ഏറ്റവും ഇമോഷണലി ഞാൻ കണക്ട് ആയിരിക്കുന്നത്, ഇപ്പൊ റീസെന്റ് കണക്ട് ആയത് എന്തുകൊണ്ട് റിവീല കണ്ണാണ് മനു പാടുന്ന അത് ഭയങ്കര, അത് ആ പാട്ട് എവിടെ പാടിയാലും എനിക്ക് അപ്പൊ തന്നെ കണ്ണു നിറയും. എനിക്ക് അറിയാൻ പാടില്ല എന്തുകൊണ്ടാണ്. അതിന്റെ ആ രണ്ടാമത്തെ ചരണോ അനുപല്ലവിയൊക്കെ പാടുമ്പോഴത്തേക്കും നമ്മുടെ കയ്യിൽ നിന്ന് പോകും പാട്ട്. അതുപോലെ ഇമോഷണലി നമ്മൾ കണക്ട് ആവുന്നത്. അത് സന്തോഷമല്ല, ശരിക്കും വിരഹം, എന്തൊക്കെയോ ദുഃഖമോ എന്തൊക്കെയാണ്, അത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. പക്ഷെ അത് നമ്മളെ കണക്ട് ചെയ്യുന്നൊരു രീതിയുണ്ട് ആ പാട്ട്. അത് ഭയങ്കര സ്ട്രോങ് ആണ്. നമുക്ക് വേറൊരു പാട്ട് ഹാപ്പിനെസ്, ഓഫ് കോഴ്സ് നമുക്കത് ഇഷ്ടം. പല സമയത്തും പല ഓരോരുത്തർക്കും ഓരോ ഇതാണ്. ശരിക്കും പ്രോഗ്രാം വരുമ്പോൾ ഇപ്പം എനിക്ക് ഉണ്ടാകുന്ന ഒരു ഫീൽ അല്ലായിരിക്കും ഇവർക്ക് തോന്നുന്നത്. നമ്മളെല്ലാം പക്ഷെ അതിൻ്റെ അകത്തെല്ലാം ഒരു എന്താ പറയുക, ശരിക്കും പറഞ്ഞ ഒരു ഹാപ്പിയാണ്. പക്ഷേ നിങ്ങൾ പറഞ്ഞല്ലോ ഒരാൾക്ക് ഉണ്ടാകുന്ന ഫീൽ അല്ല മറ്റാൾക്ക്. പക്ഷെ നിങ്ങൾ എല്ലാവരും ഒരേപോലെ കണക്ട് ആയിരിക്കണം വരെ നമുക്ക് ഫീൽ ചെയ്യാം. കണക്ഷൻ ഉണ്ടാവും. ഞാൻ പറയട്ടെ, ഈ ഇതിനകത്തൊരു എന്താ പറയുക, ഒരു സഹോദര സ്നേഹം അല്ലെങ്കിൽ ഒരു സുഹൃത്ത് ബന്ധം ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പം നമ്മുടെ ഇമോഷൻസ് മേ ബി ഡിഫറെൻ്റ് ആയിരിക്കും, പക്ഷെ എല്ലാവരും ഒരേ പേജിലായിരിക്കും. ഇപ്പം ഇവൻ ഈ പറഞ്ഞ രാധതൻ പ്രേമത്തോടാണോ ഇപ്പം ഭയങ്കര ഹാപ്പി ആയിരിക്കും. ഞാൻ ഈ എന്തുകൊണ്ട് റിവീലയിൽ ഞാൻ ചിലപ്പം എനിക്കൊരു സങ്കടം അല്ലെങ്കിൽ ആ ഒരു രീതിയിലായിരിക്കും ഞാൻ കണക്ട് ആകുന്നത്. പക്ഷെ എല്ലാവരും കണക്റ്റഡ് ആണ്. അത് ചിലപ്പം എയ്തർ ഹാപ്പിനെസ് ഓർ സാഡ് എങ്ങനെയാണെന്നറിയില്ല, പക്ഷെ എല്ലാവരും ഒരേ രീതിയിൽ കണക്റ്റഡ് ആയിരിക്കും ഈ ഒരു കാര്യത്തോട്, ആ ഒരു ഡിവിനിറ്റി അല്ലെങ്കിൽ എന്താണെങ്കിലും. ഈ നന്ദഗോവിന്ദം ഭജൻസ് കേരളത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒരു സംഭവമല്ല. UAE-യിലും കാനഡയിലും അതിന് ശാഖകളുണ്ട്. അപ്പം ഈ വിദേശങ്ങളിലേക്ക് ഇത് ശാഖകളായിട്ട് തന്നെ തുടങ്ങാനുള്ള ഒരു റീസൺ എന്തായിരുന്നു? ഞങ്ങൾ മൂവ് ചെയ്തുകൊണ്ട് മെയിനായിട്ട് ഞാൻ ദുബായിലേക്ക് മൂവ് ചെയ്തു. അപ്പോൾ പ്രവീൺ ദുബായിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇവൻ കാനഡയിലേക്ക് പോയി. അപ്പോൾ നമുക്ക് ഇതിനോട് വിട്ടു നിൽക്കാൻ പറ്റത്തില്ല. ഭജന എന്നുള്ളത് ലൈഫിൻ്റെ പാർട്ടാണ്. അപ്പോൾ അത് കാരണമാണ് ഞങ്ങൾ അവിടെയും ദുബായിൽ കണ്ണൻ, ഞങ്ങളുടെ ശ്രീജിത്ത് കണ്ണൻ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഭജന ഇവിടെ വേമികുളങ്ങര തുടങ്ങിയപ്പോൾ തൊട്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ ഡോലൊക്കെ വായിക്കാനുണ്ടായിരുന്നവനാണ്. അപ്പോൾ അതിനുശേഷം അവനോട് വന്നു. ഞാൻ എന്നെക്കാളും മുന്നേ അവനാണ് ദുബായിൽ പോയത്. അപ്പോൾ അവൻ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ശേഷം ഞങ്ങൾ 1-2 കുറേ ആൾക്കാരിങ്ങനെ 1 by 1 ആയിട്ട് ഇതിനോട് ഇഷ്ടമുള്ള ആൾക്കാരെ കണ്ടുപിടിച്ച് ഒരുമിച്ചായി. എന്നിട്ട് ഞങ്ങൾ പ്രാക്ടീസ് സെഷൻസ് ആയിരുന്നു അവിടെ കൂടുതലുണ്ടായിരുന്നു. പ്രാക്ടീസ് സെഷൻസ് അതിന് ശേഷം പ്രോഗ്രാംസ് ആയി. പിന്നെ അവിടെ ഞങ്ങൾ ഒമാൻ ട്രാവൽ ചെയ്തു, കുവൈറ്റ്, പിന്നെ GCC കഴിഞ്ഞിട്ട് പിന്നെ ആഫ്രിക്കൻ കൺട്രീസിലേക്ക് പോയി. അവിടെ പെർഫോമൻസ് ചെയ്തു. അപ്പോൾ ദുബായ് ടീമായിട്ട് അത് കുറേ രസമുള്ള അനുഭവങ്ങൾ അവിടുത്തെ ടീമിൻ്റെ ഭാഗത്തുണ്ട് കേട്ടോ. കാര്യം ഇവിടുത്തെ ഈ നന്ദഗോവിന്ദ് ഇന്നാകാനായിട്ടുള്ള വൺ ഓഫ് ദ റീസൺസ് തീർച്ചയായിട്ടും ദുബായ് ഗ്രൂപ്പിന് ഒരു വലിയൊരു പങ്കുണ്ട്. കാര്യം വീഡിയോസ് അപ്ലോഡ് ചെയ്തത് ഏറ്റവും കൂടുതൽ 90% നമ്മുടെ ദുബായിൽ നിന്നാണ് അപ്ലോഡ് ചെയ്തേക്കുന്നത്. അപ്പം
എല്ലാ വീക്കെൻഡ്സും ഞങ്ങളുടെ പരിപാടി ഇതാണ്. നവീൻ്റെ വീട്ടിലാണ്. ഒരു ലൈക്ക് സാറ്റർഡേ സൺഡേ അല്ലെങ്കിൽ ഏതർ സാറ്റർഡേ ഓർ സൺഡേ നമ്മളൊരു 4 hours അല്ലെ 5 hours ഫുള്ളായിട്ട് ഇരുന്നിട്ട് ചിലപ്പോൾ 4 പാട്ടൊക്കെ ഒരുമിച്ച് റെക്കോർഡ് ചെയ്യും, ചിലപ്പോൾ 3 പാട്ട് റെക്കോർഡ് ചെയ്യും. എന്നിട്ട് അത് കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ഒരു 2 ദിവസം 3 ദിവസം കൂടുമ്പോൾ അപ്ലോഡ് ചെയ്യും. ഇപ്പൊ വൈറലായിരിക്കുന്ന സ്തംഭം, ദാരികന്റെ നാഗഭൂഷിതം ഇതെല്ലാം ദുബായിൽ നിന്ന് നടക്കുന്നതാ. ആ കോമ്പിനേഷൻ എല്ലാം ദുബായിൽ നിന്ന് ചെയ്തതാണ്. പിന്നെ ഈ പറഞ്ഞ ദാദതൻ പ്രേമത്താടാണ്, അതും ദുബായ്. അത് 2 തവണ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആദ്യം ചെയ്തത് ഒരു 3 മിക്സ്, കണ്ണൂരൊക്കെ കടയ്ക്കൽ ഇത്, പിന്നെ കണ്ണനെ കാണാത്ത കണ്ണന്തിനുള്ള ഒരു പാട്ട്. ആ 3 പാട്ട് ആദ്യം ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് JK മറ്റേ വയലിൻ വായിച്ച ഒരു വൈറൽ സെഗ്മെന്റ്. ഇതെല്ലാം ഫസ്റ്റ് റെക്കോർഡിംഗ് സെഷൻസ് അവിടെ നിന്നാണ്. പിന്നെ വൈറലായത് നമ്മളെ കൂടുതൽ വീണ്ടും നമ്മൾ ഭജൻ കണക്കില്ലാതെ വീണ്ടും എടുത്ത് ചെയ്തപ്പോഴാണ് പിന്നെ അതിനുശേഷം കൂടുതൽ വൈറലായത് ആ പാട്ടുകളൊക്കെ. ഒരുപാട് പേര് ഇപ്പൊ ഈ പറഞ്ഞ പോലെ അവരുടെ സന്തോഷവും സങ്കടവും എല്ലാം കമന്റിലൂടെ അറിയിക്കുന്നുണ്ട് പറഞ്ഞു. അതോടൊപ്പം തന്നെ ഒരുപാട് പേര് നന്ദഗോവിന്ദം ഭജൻസിന്റെ ഭാഗമാവുന്നത് എങ്ങനെയാണെന്നുള്ളത് ചോദിച്ചിട്ടും വരുന്നുണ്ട്. നിങ്ങൾക്കും എൻക്വയറീസ് കുറെ വന്നിട്ടുണ്ടാവുമല്ലോ. എങ്ങനെ നന്ദഗോവിന്ദം ഭജൻസിന്റെ ഒരു ഭാഗമാവാൻ ഒരു വ്യക്തിക്ക് പറ്റും? അതോ നിങ്ങൾ പുറത്തുനിന്ന് എടുക്കുവോ, അതോ എങ്ങനെയാണ് നിങ്ങളുടെ ജോയിൻ ചെയ്യേണ്ട സമയത്ത് ആള് വന്നോളൂ ഓട്ടോമാറ്റിക്കായിട്ട്? നമ്മുടെ ഇതുവരെയുള്ള അനുഭവം അങ്ങനെയാണ്. അതെ. അപ്പം നമുക്കിപ്പോൾ ആരെങ്കിലും പാട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എനിക്ക് മെസ്സേജ് അയക്കുന്ന ആൾക്കാരുടെ പ്രൊഫൈൽ കണ്ടിട്ട് ഞാൻ നമ്പേഴ്സ് എല്ലാം സേവ് ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ നമുക്കിനി ഒരാളെ വേണം എന്നുള്ള ഒരു സിറ്റുവേഷനിൽ എത്തുമ്പോഴത്തേനും നമ്മൾ തന്നെ അങ്ങോട്ട് അപ്രോച്ച് ചെയ്യും. അപ്പോൾ അത് കറൻ്റ്ലി ഇപ്പം നമ്മളുടെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പാക്ഡ് ആണ്. നമുക്ക് ആവശ്യത്തിന് എത്ര ആൾക്കാരുണ്ടോ അത്ര ആൾക്കാർ നമ്മുടെ ഗ്രൂപ്പിൽ ഇവിടെ ആയിട്ടും വെളിയിലായിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇനിയുള്ള ആൾക്കാർ ഞങ്ങൾ തന്നെ കണ്ടെത്തും. അതെ, ഇപ്പോൾ പറഞ്ഞല്ലോ വിദേശത്തും ഷോകൾ ഒരുപാട് ചെയ്യുന്നുണ്ട്. ഈ ഓഡിയൻസിന്റെ കാര്യത്തിൽ വ്യത്യാസം വല്ലതും തോന്നിയിട്ടുണ്ടോ? അതോ എല്ലായിടത്തെ ഓഡിയൻസ് ഒരേ ഒരു ഭക്തി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മൈൻഡ് തന്നെയാണോ എല്ലാവരും ഉണ്ടായിരുന്നത്? എങ്ങനെയാണ് ഓരോ ഭാഗത്തെ ഓഡിയൻസ് ഉണ്ട്? നമുക്ക് ഒരിക്കലും എല്ലായിടത്തും ഓഡിയൻസ് ഒരുപോലെയാണെന്ന് പറയാൻ പറ്റില്ല. ഈവൻ നമ്മൾ കേരളത്തിൽ തന്നെ എടുത്താൽ പല വേദികളിലും പല രീതിയിലുള്ള ഓഡിയൻസ് ആണ്. പക്ഷേ എല്ലാവരും എനിക്ക് തോന്നുന്നത് എക്സ്പ്രസ് ചെയ്യുന്ന രീതി വ്യത്യാസമാണ്. അതായിരിക്കാം. അതല്ലാണ്ട് എനിക്ക് തോന്നുന്നത് കണക്ട് ചെയ്യുന്നതൊക്കെ ഒരേ രീതിയിൽ തന്നെ കണക്ട് ചെയ്യായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മളിപ്പോൾ ദുബായിൽ ഞങ്ങൾ ഭജൻ കണക്ട് വെച്ചു, അപ്പോൾ തൃശ്ശൂരെ ഭജൻ കണക്ട് വെച്ചു. അപ്പോൾ അത് രണ്ടും ഡിഫറെൻ്റ് ആയിരിക്കും. കാര്യം നമ്മുടെ നാട്ടിൽ നമ്മൾ കുറച്ചൊരു എക്സ്പ്രസീവ് ആണല്ലോ. നമുക്ക് സങ്കടം വന്നാൽ നമ്മൾ കുറച്ചൊരു കരയും. ദുബായിൽ എന്ന് പറയുമ്പോൾ കുറച്ച് ആൾക്കാർ പ്രൊഫഷണലി എക്സിക്യൂട്ടീവ് ആൾക്കാരാണ്. അപ്പോൾ അവർ കുറച്ചുകൂടെ ഒന്ന് റിസർവ്ഡ് ആയിരിക്കും. പക്ഷേ എൻ്റെ അടുത്ത് എൻ്റെ വർക്ക് ചെയ്യുന്ന ബോസ് വന്നിട്ടുണ്ടായിരുന്നു പരിപാടി. പുള്ളി ആക്ച്വലി വർഷങ്ങളായിട്ട് കോർപ്പറേറ്റ് ലൈഫിൽ കുറേ രാജ്യങ്ങളിൽ റീജിയണൽ ഹെഡായിട്ട് നടന്ന് അങ്ങനെ വർക്ക് ചെയ്ത ഒരു പ്രൊഫഷണൽ ആളാണ്. പക്ഷേ പുള്ളി ഇമോഷണലി കുറേ ഇതുപാട് യാതൊരു ബന്ധങ്ങളും പുള്ളിക്ക് വർഷങ്ങളായിട്ടില്ല. പക്ഷേ സാറാണെന്നുണ്ടെങ്കിലും അവിടെ വന്ന് പുള്ളി ഇമോഷണലി കണക്ട് ആയി. പക്ഷേ പുള്ളി എക്സ്പ്രസ് ചെയ്തില്ല. പക്ഷേ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, ചേട്ടാ നീ ക്വിറ്റ് ചെയ്യണം ഈ പരിപാടി, നീ FMCG ലൈഫ് ഉപേക്ഷിച്ചിട്ട് നീ ഇത് പോകണം. നിനക്ക് മനസ്സിലാവുന്നില്ല ആൾക്കാർ നിനക്ക് എത്രത്തോളം സ്നേഹം തരുന്നതെന്ന്. ജോലി വിടാൻ ഒരു ബോസ് ഇങ്ങോട്ട് ആവശ്യപ്പെടുകയാണ്. അല്ല, എൻ്റെ എക്സ്പോസ് ആണ്. പുള്ളി ഇപ്പോൾ വേറെ കമ്പനിയിൽ പോയി. ഇപ്പോഴത്തെ ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയിലല്ല. പുള്ളിയുടെ അടുത്ത് പറയാണ്, നീ യു ആർ നോട്ട് മെന്റ് ഫോർ ദിസ്. അതായത് FMCGയിലേക്ക് അതല്ല നിന്റെ പർപ്പസ് എന്ന്. അതുപോലെ തന്നെ നവീൻ ചേട്ടനാണ് തോന്നുന്നുണ്ടല്ലോ എല്ലാ വീക്കെൻഡിലും പോയി വന്നുകൊണ്ടിരിക്കുകയാണ് നാട്ടിലെ സ്ഥിരം. പ്രവീൺ ചേട്ടൻ പക്ഷെ അങ്ങനെ വരാൻ പറ്റുന്നുണ്ടോ? 28 മണിക്കൂർ വേണം. അങ്ങനെ ഞാൻ ഇനി കുറച്ച് കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ. ഒരുവിധം പരിപാടികൾ കവർ ചെയ്തിട്ടാണ്. ജൂണിൽ പോയിട്ട് ഞാൻ ജൂലൈയിൽ തിരിച്ചു വരും. ഇല്ല, ഇനി പോകുന്നില്ല. ജൂണിൽ പോകുന്ന വേറൊന്നുമല്ല, ഞങ്ങൾക്കൊരു വേറൊരു ടൂർ ഉണ്ട്, അതിനുവേണ്ടി പോകുന്നു. ഫാമിലി അവിടെയാണ്. പിന്നെ എൻ്റെ ഇളയ മോൻ വന്നിട്ടുണ്ട്. അപ്പം അവനെ തിരിച്ച് സ്കൂള് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും തിരിച്ചു കൊണ്ടാക്കണം. പിന്നെ ടൂർ പ്ലാനുകളുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ടീമിൻ്റെ കൂടെ തന്നെ തിരിച്ച് ഇങ്ങോട്ട് പോരും. പിന്നെ കാനഡ ടൂർ പ്ലാൻ ചെയ്തിട്ടുണ്ട് നമ്മൾ. അപ്പോൾ എന്തായാലും ഫുൾ ടീമിൻ്റെ കൂടെ അങ്ങോട്ട് വീണ്ടും ട്രാവൽ ചെയ്യണം. അങ്ങനെ ഓൺ ആൻഡ് ഓഫ് ആയിട്ട് ഫാമിലി അവിടെ ആയതുകൊണ്ടുള്ളൊരു ഇതാണ്. വേറെ അല്ലാതെ ഇനിയിപ്പോൾ ഫുൾ ടൈം നന്ദഗോവിന്ദാണ്. നവീൻ ചേട്ടൻ ഈ ഇടയ്ക്കിടയ്ക്ക് പോയി വരാനെങ്കിലും സാധിക്കുന്നുണ്ടല്ലോ. ചേട്ടന് പക്ഷെ അതങ്ങനെ സാധിക്കാറില്ല. അപ്പോൾ ആ സമയത്ത് ഏറ്റവും വലിയ ഒരു പ്രോഗ്രാം ഇവിടെ ചെയ്യുന്നുണ്ടാവും, വലിയ മിസ്സിംഗ് എന്തായിരിക്കും? ലൈവ് കാണുക എന്നുള്ളതാണ് ഏറ്റവും വലിയ എൻ്റെ ജോലി. അതായത് നമുക്ക് ടൈം സോൺ ഡിഫറെൻ്റ് ഉണ്ടല്ലോ. അപ്പോൾ എനിക്ക് ജോലിക്ക് പോകുമ്പോഴത്തേക്ക് ഒരു 1 hour 40-45 minutes ഡ്രൈവ് ഉണ്ട് എനിക്ക്. അപ്പം കറക്റ്റ് രാവിലത്തെ ഷിഫ്റ്റൊക്കെ ആണെങ്കിൽ എനിക്ക് വണ്ടി ഇരുന്ന് കറക്റ്റ് ലൈവ് കണ്ടുപോകും. അപ്പോൾ ഓരോ ലൈവ് കഴിയുമ്പോൾ ഞാൻ ഇവനെ വിളിക്കും. ഇപ്പം മിസ്സെന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ മിസ്സ് ഞാൻ ഇവൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പോയി കഴിഞ്ഞപ്പം ഭജൻ കണക്ട് ലോഞ്ച് ചെയ്യുന്നത് ഞാൻ ഇവനോട് വിളിച്ചിട്ട് പറഞ്ഞു, നിനക്ക് ഞാനുണ്ടായിരുന്നപ്പോൾ ഇങ്ങനത്തെ ഒരു ഐഡിയയും ലോഞ്ച് ചെയ്യാനായിട്ടില്ലായിരുന്നു. പക്ഷെ അന്ന് തന്നെ നമുക്ക് ഏകദേശം ഒരു നമ്മൾക്ക് ഒരു എന്താ പറയുക ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് നമ്മൾ തിങ്ക് ചെയ്യുന്നതുകൊണ്ടാണോ അല്ലെങ്കിൽ നമുക്ക് ആ ഒരു വിഷൻ ഉള്ളതുകൊണ്ടാണോ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഇവൻ എൻ്റെ അടുത്ത് പോകുന്ന സമയത്താണെങ്കിലും പറഞ്ഞായിരുന്നു, ഒരു 1 year നമുക്ക് നീ വെയിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞത്. പക്ഷെ പല കാര്യങ്ങൾ കൊണ്ട് നമുക്കത് അങ്ങനെ മാറ്റി വെക്കാൻ പറ്റുന്നൊരു യാത്രയല്ലാത്തതുകൊണ്ട് ഞാൻ പോയതാണ്. അപ്പോൾ ആ 1 year കറക്റ്റ് ആയിരുന്നു. അതായത് ഞാൻ 2024 ജൂലൈയിൽ പോകുന്നു, സെപ്റ്റംബറിൽ ഫസ്റ്റ് ഭജൻ കണക്ട്,
ഫസ്റ്റ് ഭജൻ കണക്ട് അത് കഴിഞ്ഞിട്ട് വന്ന പിന്നീട് അങ്ങോട്ട് ഒരു എന്താ പറയുന്നത് നമ്മൾ ഇതുവരെ ഭജന അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോകുന്നു. കാരണം അവിടെ നിൽക്കുന്നതിന് ഒരു പരിധിയില്ലേ, നമ്മളിത് എല്ലാ ദിവസവും കണ്ടിട്ട് സഹിക്കാൻ പറ്റില്ല. ഉറക്കം പോലും വരത്തില്ല രാത്രി കിടന്നു കഴിഞ്ഞാൽ. എന്നിട്ട് ഇത് കണ്ടോണ്ട് തന്നെ കിടക്കുക, ലൈവും അല്ലെങ്കിൽ യൂട്യൂബ് റീൽസ് തന്നെ കണ്ട് കണ്ട് കണ്ട്. ഒരു ദിവസം ഇവൻ എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞായിരുന്നു, ഇവൻ തിരിച്ചു തരാനുള്ള മെയിൻ റീസൺ എൻ്റെ അച്ഛനും അമ്മയാണ്. അച്ഛൻ്റെ അമ്മയുടെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു ഒരു ചാനലിൽ. അപ്പോൾ അച്ഛൻ്റെ അമ്മയുടെ ഇന്റർവ്യൂവിൽ അമ്മ പറയുന്നുണ്ട്, എന്നാ പ്രവീണും നവീനും കൂടി ആയിരുന്നു രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വീട്ടിൽ ഊണും ഉറക്കവും ഒക്കെ വീട്ടിൽ. ഇതെല്ലാം കൂടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ കിളി പോയി കഴിഞ്ഞിട്ട് ഞാൻ പിറ്റേ ദിവസം ഇവരെ വിളിച്ചിട്ട് ഞാൻ പറടാ, ഞാൻ എന്തായാലും ഒരു കാര്യം തീരുമാനിച്ചു, ജോബ് റിസൈൻ ചെയ്യാണ് ഞാൻ. എന്നിട്ട് ഇങ്ങോട്ട് ഇടയ്ക്ക് വന്ന് ഇവിടെ ഒരു മാസം നിന്നിട്ട് തിരിച്ച് അങ്ങോട്ട് പോകുന്നു. അപ്പം ഇവൻ ചോദിച്ചു, നിനക്ക് എന്തുകൊണ്ട് അത് തിരിച്ച് ചിന്തിച്ചുകൂടാന്ന് ചോദിച്ചു. ഇവിടെ ഒരു 3-4 മാസം നിൽക്കുക, എന്നിട്ട് ഒരു 10-15 ദിവസം വെക്കേഷൻ പോലെ അവിടെ കാനഡയിൽ പോയി നിന്നിട്ട് തിരിച്ചു വരിക. ഓക്കെ, അതും ശരിയാണല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു ഡിസിഷൻ വന്നത്. അങ്ങനെയാണ്, അതായത് അവിടുന്ന് കംപ്ലീറ്റ്ലി ഞാൻ ഇപ്പോൾ അവിടെ ജോബ് റിസൈൻ ചെയ്തിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നേക്കുന്നത്. ഇനി ഫുൾ ടൈം നന്ദഗോവിന്ദം എന്നുള്ളൊരു ഇതിലാണ് വന്നേക്കുന്നത്. അതങ്ങനെ തന്നെ മുമ്പോട്ട് കൊണ്ടുപോകണം. പ്രവീൺ ഈ നാട്ടിൽ വന്ന ഒരു സമയത്താണ് ഞങ്ങൾ മാന്നാർ വെച്ച് മനോഹരി രാധ ആദ്യമായിട്ട് വൈറലാകുന്നത്. അതായത് നവീൻ പാടിയൊരു പാട്ട്, അന്ന് നവീനില്ല, അപ്പം നവീൻ പാടിയൊരു പാട്ട് പാടാമോ എന്ന് ചോദിച്ചപ്പം അത് നവീനാണ് പാടുന്നത്, പക്ഷെ വേറൊരു പാട്ട് പാടാമെന്ന് പറഞ്ഞ് പ്രവീൺ പാടുക. പക്ഷെ പാടി കഴിഞ്ഞിട്ട് അതങ്ങ് വൈറലായി. അതിന്റെ ഇന്റർവ്യൂ അതിന്റെ ബാക്കിയുള്ള പ്രോഗ്രാമെല്ലാം ചെയ്ത് പിന്നെ ഞങ്ങളാ ഇവ നേരെ കാനഡയ്ക്ക് പോയി. മനോരമയിലായിരുന്നല്ലോ അത് വൈറലായത്. നവീൻ പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത്. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ അത്ര ആക്റ്റീവ് അല്ല. ആ വീഡിയോ കാണാൻ വേണ്ടി ഇൻസ്റ്റാഗ്രാം ഡൗൺലോഡ് ചെയ്തൊരു വ്യക്തിയാണ് ഞാൻ. കാരണം ഞാൻ ഇൻസ്റ്റാഗ്രാം അങ്ങനെ യൂസ് ചെയ്യുന്നൊരു വ്യക്തിയല്ല. അപ്പം ഇവൻ പറഞ്ഞടാ അത് 1 മില്യൺ എന്തോ വ്യൂ ആയിരുന്നു. 1 മില്യൺ എന്തോ ഒന്ന് കാണണമല്ലോ എന്തോ വീഡിയോ. അങ്ങനെയാണ് ഞാൻ ഇൻസ്റ്റാഗ്രാം ഡൗൺലോഡ് ചെയ്യുന്നത്. പക്ഷെ പാട്ടും പാടി വൈറലാക്കി ഇവിടുന്ന് പോയി. അത് അറിയില്ല. അല്ല അതൊരു ജസ്റ്റ് ഒരു സ്റ്റാർട്ടിങ് എന്നേ പറയാൻ പറ്റുള്ളൂ. ഒരു അതായത് നമുക്ക് എന്താ പറയുന്നത്, ഒരു ആളുകളിലേക്ക് എത്തി തുടങ്ങി അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്തൊരു പോയിന്റ് മാത്രം. അതുകൊണ്ട് മാത്രം ഇന്ന് നിൽക്കുന്ന ഒരു ഇതിലേക്ക് വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതിനകത്ത് എല്ലാവരുടെയും എഫേർട്ട് ഉണ്ട്. ഒരു പാട്ട് വൈറലായെന്ന് പറഞ്ഞാൽ അത് ജസ്റ്റ് ഒരു പീക്കിൽ വന്നു അത് താഴേക്ക് പോകുന്ന ഒരു കാര്യമാണ്. അത് ഇന്നത്തെ കാര്യം പോലെ ഇങ്ങനെയാണ്. അതെ, അപ്പൊ ആ സസ്റ്റൈനബിലിറ്റി. പക്ഷേ ആൾക്കാരുടെ ഇപ്പൊ പറഞ്ഞ പോലെ ഞങ്ങള് അമ്മമാരുടെ മനസ്സിലും അല്ലെങ്കിൽ ഇത്ര ആൾക്കാരുടെ മനസ്സിൽ ഒരു മക്കളെ പോലെ ഇടം പിടിച്ച സാധനമൊന്നും പോകത്തില്ല. അതൊരിക്കലും പോകുന്നില്ല എന്നുള്ള കാര്യം നമുക്കും അറിയാം. പക്ഷെ എന്നാൽ പോലും നമുക്ക് മുന്നോട്ടുള്ള സസ്റ്റൈനബിലിറ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇന്നത്തെ ഇപ്പോൾ രാധൻ പ്രേമത്തോടാണെങ്കിൽ പോലും അത് തന്നെ എല്ലാ കാലം പാടിക്കൊണ്ടിരിക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് ഞങ്ങൾ ചെയ്യണം. ഇപ്പോൾ പ്രവീൺ ചേട്ടൻ പറഞ്ഞല്ലോ അവിടെ മിസ്സിങ്, ഉണ്ണിച്ചേട്ടൻ നാട്ടിൽ തന്നെയാണെന്ന് തോന്നുന്നത്. അപ്പം പ്രവീൺ ചേട്ടൻ പറഞ്ഞല്ലോ അവിടെ ഇരിക്കുന്ന സമയത്ത് ഇവിടെ പാട്ട് കേൾക്കുമ്പോൾ ഭയങ്കര എരിപിരി കൊള്ളും അവിടെ ഇരുന്നിട്ട്. ഉണ്ണിച്ചേട്ടൻ പറയുകയാണെങ്കിൽ ഇവിടെ ടീമിൽ ഒരു ടീമംഗം മിസ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഫീൽ ചെയ്യുന്ന ഒരു സംഭവം എന്തായിരിക്കാം? നമുക്ക് ചില പാട്ടുകൾ അത് അവർ പാടിയില്ലെങ്കിൽ നമുക്കൊരു ഇത് വരത്തില്ല, തൃപ്തി വരത്തില്ല. അപ്പം നമ്മൾ ആ പാട്ടൊക്കെ ചിലപ്പോൾ നമുക്ക് പാടിയേ കൊള്ളാമെന്ന് തോന്നുന്ന സമയത്ത് ആ വ്യക്തി ആ സമയത്ത് ആ സ്റ്റേജിൽ ഇല്ലെങ്കിൽ നമുക്ക് ഭയങ്കര മിസ് ചെയ്യാം. പക്ഷേ അത് കേട്ടാൽ കൊള്ളാതെ ഞാൻ തന്നെ കുറേ പാട്ടുകൾ കേൾക്കാൻ വേണ്ടി ലിസ്റ്റ് ഇട്ട് കൊടുക്കുന്നു. ഇവൻ തന്നെ എഴുതി തരും, റിക്വസ്റ്റ് വന്നിട്ടുണ്ടോ ഇവൻ തന്നെ എഴുതുന്നത് പേപ്പർ കീറിയിട്ട്. എല്ലാ സ്റ്റേജിലും ഒരേ ഹാൻഡ് റൈറ്റിംഗ് വരാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായത്. ശരി, അങ്ങനെ മിസ് ചെയ്ത വേദികൾ ഉണ്ടായിട്ടുണ്ട്, ഒത്തിരി വേദികളുണ്ട്. അപ്പം ഉണ്ണിച്ചാണ്ട ഒരു ഇതനുസരിച്ചിട്ട് എങ്ങനെയാണ് നന്ദഗോവിന്ദത്തിന്റെ ഒരു സംഭവം വേണ്ടത്? ഇപ്പൊ പറഞ്ഞു പ്രവീൺ ചേട്ടൻ ഇപ്പൊ ജോലിയൊക്കെ വേണ്ടാന്ന് വെച്ച് ഇനി നന്ദഗോവിന്ദൻ തന്നെയാണ്. ഇനിയിപ്പോ നമുക്ക് നമ്മുടെ തീരുമാനം എല്ലാം നമ്മുടെ ആ പ്ലാനിങ്ങിലേക്ക് എല്ലാവരും എത്തിയിട്ടുണ്ട്. പിന്നെ എല്ലാവരും കാണും. റെസ്പോൺസിബിലിറ്റി കൂടുതലാണല്ലോ. ഇപ്പൊ പറഞ്ഞ സെയിം കാര്യങ്ങൾ ഇത്ര ആൾക്കാർ നമ്മളെ അക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അത് അവരുടെ കാര്യം മാത്രമല്ല, നമുക്ക് റെസ്പോൺസിബിലിറ്റി അത്രയും കൂടുകയാണ്. നേരത്തെ ഈ പറഞ്ഞ പോലെ നമ്മളൊരു പരിപാടി ചെയ്ത ആ ഒരു റെസ്പോൺസിബിലിറ്റി അല്ല നമുക്കിപ്പോൾ ഉള്ളത്. അപ്പോൾ ആ റെസ്പോൺസിബിലിറ്റിക്ക് അനുസരിച്ച് നമ്മൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ അത്രയും ടൈം ഇൻവെസ്റ്റ് ചെയ്യണം. ആ ക്വാളിറ്റി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം, അല്ലെങ്കിൽ അതിലും ബെറ്റർ ക്വാളിറ്റി അത് പ്രൊഡ്യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ടൈമാണ് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത്. അപ്പോൾ ജോലി ഒരിക്കലും നമുക്ക് ആ ഒരു ഫ്ലെക്സിബിലിറ്റി തരത്തില്ല ഇതിനു വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പം ഇതിനകത്ത് കൂടുതൽ ടൈം വേണമെന്നുണ്ടെങ്കിൽ ഇത് മാത്രം ഒരു ഓപ്ഷനുള്ളൂ. അതുകൊണ്ടാണ് അതങ്ങനെ ചെയ്തത്. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹ പൂർത്തീകരണം ഇപ്പോൾ ഈ നടക്കുന്ന കാര്യം, അതായത് ഞങ്ങൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ബാക്കി എല്ലാ കാര്യങ്ങളും വിട്ട് ഇതിനു വേണ്ടിയിട്ട് ഫുൾ ടൈം നമുക്ക് 20-25 വയസ്സ് തൊട്ട് ഞങ്ങൾ പറയുന്ന കാര്യമാണ് ഫുൾ ടൈം ഭജന. വേറെ ഒന്നും ചെയ്യരുത് ലൈഫിൽ. നമുക്ക് അതും ഫാമിലി നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് നമ്മളുടെ ജോലിയല്ല ഇത് നമ്മുടെ ഫാമിലിയുടെ കൂട്ടത്തിൽ മാക്സിമം ടൈം സ്പെൻഡ് ചെയ്യുക.
പിന്നെ പ്രോഗ്രാംസ് ചെയ്യുക. അത് പക്ഷേ അതിനിയും കുറച്ചുകൂടെ ടൈം എടുക്കുമെന്ന് ഇരിക്കുന്നത്. കാരണം ഞങ്ങൾക്ക് ഇപ്പോൾ കൂടുതൽ ടൈം നമ്മളിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രോഗ്രാംസിന് വേണ്ടിയിട്ടും പ്രോഗ്രാംസിന് വേണ്ടിയിട്ടാണ്. പക്ഷേ അതൊരു നമ്മൾ ഈ പറഞ്ഞ ഒരു ട്രാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പല കാര്യങ്ങളും കോംപ്രമൈസ് ചെയ്യുന്നില്ല. അതായത് ജോലിക്ക് പോകണം, ഫാമിലി ടൈമുണ്ട്, അല്ലെങ്കിൽ പ്രാക്ടീസിന് പോകണം, അതിൻ്റെ കൂട്ടത്തിൽ പ്രോഗ്രാമിന് പോകണം, അതിന് ട്രാവൽ ചെയ്യണം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പക്ഷെ അതെല്ലാം മാറി ഫാമിലിയും ഭജനയും മാത്രമാവുന്നൊരു എല്ലാവരും ഇത് ചെയ്യുന്നൊരു കാര്യം. അതായത് ഫ്രീ ആയിട്ടിരിക്കുന്നതിനേക്കാൾ വെറുതെ കുറേ നേരം ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് തന്നെ ബോറടിക്കത്തില്ല. എന്തെങ്കിലും നമ്മൾ എൻഗേജ് ആയിട്ടിരിക്കണം എന്ന് നമ്മൾ പറയും. പക്ഷേ നമ്മളെ നിയന്ത്രിക്കാൻ ഒരാളില്ല. നമ്മൾ ഇഷ്ടപ്പെട്ടൊരു കാര്യം ഇഷ്ടമുള്ളത്ര സമയം നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം ഹരിയും ഞാനും കൂടെ കഴിഞ്ഞ ദിവസം പോയപ്പോഴത്തേക്കും ഞങ്ങളിങ്ങനെ രാവിലെ തൊട്ട് ട്രാവലിങ്ങാണ്. നമ്മുടെ കോട്ടയത്തൊരു പ്രോഗ്രാം വരുന്നുണ്ട്, അതിൻ്റെ വെന്യൂ ബുക്ക് ചെയ്യാൻ പോയി. അത് കഴിഞ്ഞിട്ട് അതിന് വരുന്ന ഗസ്റ്റുകൾക്കുള്ള ഹോട്ടൽ റൂംസ് ഞങ്ങൾ എൻക്വയറി അതിന് വേണ്ടിയിട്ട് പോയി. അത് കഴിഞ്ഞ് കോട്ടയത്ത് വന്ന് വേറെ പല കാര്യങ്ങൾ, ഇതെല്ലാം ഭജനയായിട്ട് റിലേറ്റഡ് ആണ്. പക്ഷെ നമ്മുടെ ഒരു ജോലിക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മളവിടെ എക്സ്ക്യൂസ് പറഞ്ഞാൽ. കാരണം അത് 8 മണി രാവിലെ 10 മണിക്ക് പോയിട്ട് ഞങ്ങൾ 8 മണി 8:30 ആയപ്പോൾ ഞങ്ങൾ കോട്ടയത്ത് നിൽക്കുകയാണ്. പക്ഷെ ഞങ്ങൾക്ക് ഒരു എന്നാ പറയുന്നത്, ഇതാണ് ഇറിറ്റേഷൻ ഇല്ല. അതായത് അച്ചീവ്മെന്റ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ആഗ്രഹം ഇതായിരുന്നു. അതായത് ഒരു നമുക്ക് റിട്ടയർമെന്റ് ലൈഫൊക്കെ എത്തുന്നതിന് കുറേ വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഫുൾ ടൈം ആയിട്ട് സ്വസ്ഥമായിട്ട് ഭജൻ മാത്രം ചെയ്ത് ജീവിക്കുക, അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിന് ഇത്ര ഇൻകം കിട്ടണം അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ആഗ്രഹം അതിനു മുന്നേ നമ്മൾ പണി ചെയ്ത് പൈസ അറ്റ്ലീസ്റ്റ് ഒരു എമൗണ്ട് ഉണ്ടാക്കുക, കയ്യിലുണ്ടാക്കുക, അതിനുശേഷം അത് ഇൻവെസ്റ്റ് എവിടെയെങ്കിലും ചെയ്യുക, എന്നിട്ട് പാടുക, അന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പം അറ്റ്ലീസ്റ്റ് വേണമെങ്കിൽ നമുക്ക് ഇതുകൊണ്ടും കൂടെ ജീവിക്കാം. അതെ, നവീൻ ചേട്ടൻ തന്നെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പം അങ്ങനെ ഒരു ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്നുണ്ട് നന്ദഗോവിന്ദം. കാരണം വേറൊരു പണിയില്ലെങ്കിലും നമുക്ക് ഇതുമായി തന്നെ ഭജനയുമായി തന്നെ മുമ്പോട്ട് പോകാൻ പറ്റുന്ന ഒരു സ്റ്റേജിൽ ഇപ്പം എത്തി നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെങ്കിലും ഈ ഫുൾ ടൈം ഭജന ചെയ്യണം എന്നുള്ളത് പറഞ്ഞല്ലോ, ഏത് ഫീൽഡിൽ നിന്നുള്ള പോലെ തന്നെ ഇവിടെയും വെല്ലുവിളികൾ ഒരുപാടുണ്ട്. അങ്ങനെ കാണുന്ന ഏറ്റവും വലിയൊരു ചലഞ്ച് എന്തായിരിക്കും? ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ഞങ്ങളെ തന്നെ ഇമ്പ്രൂവ് ചെയ്തില്ലെങ്കിൽ ഉണ്ടാകുന്ന ചലഞ്ച് ഉണ്ടാവുള്ളൂ. ഞങ്ങൾ ആക്ച്വലി കോമ്പറ്റീഷൻ ആയിട്ട് കാണുന്നത് ഞങ്ങളെ തന്നെ ഉള്ളൂ. വേറെ എല്ലാവരും വരണം. കാര്യം ഇപ്പോൾ ഒത്തിരി ഗ്രൂപ്പുകൾ വരുന്നത് ദാറ്റ്സ് വെൽക്കമിങ്. അങ്ങനെ ഒരു കാര്യം ഉണ്ടാവണം. അപ്പം പല പ്രോഗ്രാം ചെയ്യുന്ന ആൾക്കാർക്കും അവർക്കും ഇതുകൊണ്ട് ജീവിക്കാൻ സാധിക്കുന്നു എന്നുള്ള പറയുന്നത് ദാറ്റ്സ് എ ബ്യൂട്ടിഫുൾ. അതായത് ഞങ്ങൾ കാരണം ഒരു ഇൻഡസ്ട്രി വലുതാണെന്നുണ്ടെങ്കിൽ അതിലും വലിയ അച്ചീവ്മെൻ്റ് ഇല്ലല്ലോ. അപ്പം അതൊരു ഭയങ്കര സന്തോഷമാണ്. പക്ഷേ ഞങ്ങൾ ഇപ്പം ഇന്ന് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ നാളെ തന്നെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ദാറ്റ്സ് എ ഫെയിലിയർ. അപ്പോൾ അത് മാത്രമാണ് ഞാൻ കാണുന്ന തോൽവി. അപ്പോൾ ആ ഒരു കാര്യത്തിനെ ബീറ്റ് ചെയ്യാനായിട്ടാണ് ഈ ഒരു വർഷം, ഈ കാണുന്ന അടുത്തൊരു വർഷം ഞങ്ങൾ 27 നമ്മൾ അടുത്ത് കാണുന്ന ഇന്റർവ്യൂവിൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യണം. നമ്മൾ ഈ കാര്യത്തിനെ കുറിച്ച് ചർച്ച ചെയ്ത് അപ്പം അതായിരിക്കണം മുമ്പോട്ടുള്ള ഒരു സംഭവം വരുന്നത്. അപ്പം ആദ്യത്തിൽ നമ്മൾ പറഞ്ഞു തുടങ്ങിയത് വേമിൻകുളങ്ങര മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഇനി വരാൻ പോകുന്ന ഒരു പ്രോഗ്രാമിനെ പറ്റിയിട്ടാണ്. അപ്പം ഇവിടെ വീണ്ടും എനിക്ക് 2 വർഷത്തിന് ശേഷം തോന്നുന്നുണ്ടല്ലോ ഒരു പ്രോഗ്രാം ചെയ്യുന്നത്. 24-ലാണ് ഒരു പ്രോഗ്രാം ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 2 വർഷത്തിന് ശേഷം വീണ്ടും ഒരു പ്രോഗ്രാം ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ അന്ന് ചെയ്ത ക്രൗഡ് ആയിരിക്കില്ല ഇനി വരാൻ പോകുന്നത്. എന്താ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത്? ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത് നന്നായിട്ട് പെർഫോം ചെയ്യുക, ഏറ്റവും നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യുക, എല്ലാവരും ഇൻവോൾവ് ചെയ്യിക്കുക. അപ്പം നമ്മൾ നന്ദഗോവിന്ദത്തിൻ്റെ ഈ പറഞ്ഞ തട്ടകം അല്ലെങ്കിൽ നമ്മളുടെ സ്വന്തം അമ്പലത്തിൻ്റെ വൈബ് എന്താണെന്ന് വെളിയിൽ നിന്ന് വരുന്നവർക്കും കൂടെ അറിയാനായിട്ടുള്ളൊരു അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഇത് കാണുന്നത്. എങ്ങനത്തെ ക്രൗഡിനായിരിക്കും എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവുക? ഒപ്പം പാടുന്നൊരു ക്രൗഡിനെ. അതാണ് നിങ്ങളുടെ അല്ലേ? അതാണ് നിങ്ങളുടെ ഒരു ഊർജ്ജം. അതാണ് ഞങ്ങൾ അതായത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രോഗ്രാം ഉള്ളത് നമ്മുടെ കോട്ടയം ജില്ല വെച്ച് പറയുകയാണെങ്കിൽ കോട്ടയം ജില്ലയെക്കാളും കൂടുതൽ വേറെ ജില്ലകളിൽ നിന്നായിരിക്കും ഏറ്റവും കൂടുതൽ പ്രോഗ്രാമുകൾ. കൊല്ലമാണ് ഏറ്റവും കൂടുതൽ. അപ്പൊ അവരെ ഇവിടെ എത്തിക്കുക എന്നുള്ളതായിരിക്കും അടുത്തവര്. അതെ, കോട്ടയത്ത് എത്തിക്കുക. എനിക്ക് തോന്നുന്നു നന്ദഗോവിന്ദന്റെ മുഴുവൻ ആൾക്കാരെയും ഇഷ്ടപ്പെടുന്ന എല്ലാവരും കോട്ടയത്ത് എത്തിച്ചേരുക അല്ലേ? അതെ. അപ്പൊ അത് തന്നെ സംഭവിക്കട്ടെ ഈ വരാൻ പോകുന്ന ഏപ്രിൽ 14-ന്. അന്നാണ് പ്രോഗ്രാം വരുന്നത്. ഞങ്ങൾക്കും അതിന്റെ ഒരു ഭാഗമാവാൻ പറ്റട്ടെ. അതിനാണ് ഞങ്ങളുടെ വലിയൊരു ആഗ്രഹം. അന്ന് പറ്റിയ ഞാൻ അമ്മേനെയും കൊണ്ടുവരാം. സന്തോഷം അമ്മയ്ക്ക്. അതെ, ഗുരുവായൂരപ്പന് മുന്നിൽ കാണാൻ പറ്റില്ലെങ്കിൽ വേമ്പികുളങ്ങരപ്പന്റെ മുന്നിലെങ്കിലും കാണാൻ പറ്റും. അപ്പൊ ആ ഒരു സന്തോഷത്തോടുകൂടി തന്നെ ഞാൻ അവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം ഇനി മുമ്പോട്ടുള്ള നേരത്തെ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പുതിയൊരു നന്ദഗോവിന്ദത്തിന്റെ പുതിയൊരു യാത്രയെ കുറിച്ചിട്ടായിരിക്കും. ആ സന്തോഷത്തോടുകൂടി തന്നെ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാ ആശംസകളും. താങ്ക് യു സോ മച്ച്.